പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ കോയയുടെ ചെറിയ വസ്തുക്കൾ എന്നതാണ്. 2ാമത്തെ യൂണിറ്റായ നടുകിൽ തിന്നാം എന്നതിന് ആമുഖമായി നൽകിയിരിക്കുന്ന ചിത്രം ഒന്ന് പരിശോധിക്കുക. വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ നമുക്കതിൽ കാണാൻ കഴിയും. ഇന്ന് നമ്മുടെ തൊഴിലിടങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ പേരും ജോലി ചെയ്യുന്നു. എന്നാൽ പണ്ടിങ്ങനെയായിരുന്നു. സ്ത്രീകൾക്കൊരു ജോലി, പുരുഷന്മാർക്കൊരു ജോലി എന്നിങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തെല്ലാം തൊഴിലുകൾ ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്? ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം എന്ന കവിതയിൽ അക്കിത്തം ഇതേക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. കന്നു തെളിച്ചും തൂമ്പ കിളച്ചും കയറു പിരിച്ചും തുണി നെയ്തും മണ്ണും സ്വർണവും ഓടുമിരുമ്പും മരവും തോലും പണി ചെയ്തും മുറ്റമടിച്ചും കൊയ്തു ചുമന്നൊരു കറ്റമെതിച്ചരി കുത്തിയിട്ടും വട്ടിപനമ്പും തൊപ്പിക്കുടയും കൊട്ടമുറമ്പായി ഇവ നെയ്തും വിറകും വെട്ടി തോണി തുഴഞ്ഞിട്ടാപ്പും കടിയും വിറ്റിട്ടും മത്തി ചുമന്നും കൽകളുടച്ചും മർത്യപരിഷ്കൃതി ചലനത്തെ ഇളതന്നൈശ്വര്യേഷണയെ ശ്രമബലവത്താക്കിയ നേതാക്കൾ. നമ്മുടെ പൂർവികർ കന്നുപൂട്ടിയും കിളച്ചും കയറ് പിരിച്ചും തുണി നെയ്തും മണ്ണിലും സ്വർണത്തിലും ഓടിലും ഇരുമ്പിലും തടിയിലും തോലിലും പണി ചെയ്തും മുറ്റമടിച്ചും കൊയ്തും കറ്റ ചുമന്നും കറ്റ മെതിച്ചും നെല്ലുകുത്തിയും വട്ടി പനമ്പ് തൊപ്പിക്കുട കൊട്ട മുറം പായ ഇവ നെയ്തും വിറക് വെട്ടിയും തോണി തുഴഞ്ഞും ചായക്കച്ചവടം നടത്തിയും മീൻ കച്ചവടം നടത്തിയും കൽപ്പണി നടത്തിയും ഭൂമിയെ ഐശ്വര്യപൂർണ്ണമാക്കിയിട്ടുണ്ട്. അത്തരം ആളുകളെ കവി നേതാക്കൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കവിതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഒന്ന് നോക്കാം. ചൊല്ലാം, അഭിനയിക്കാം. കവിതാഭാഗം സംഘമായി ചൊല്ലുക. തുടർന്ന് അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന തൊഴിലുകൾ ക്ലാസ്സിൽ ഒറ്റയ്ക്കും സംഘമായും മൂകാഭിനയമായും അതായത് മൈമായും അവതരിപ്പിക്കൂ. ഇനി നമുക്ക് പാഠം നോക്കാം. തൊഴിൽ തേടി പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവരെക്കുറിച്ചും തൊഴിലിടങ്ങളിലെ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ ജീവിതം അടുത്തറിഞ്ഞ ഒരു അറബി എഴുത്തുകാരൻ്റെ രചനയുടെ പരിഭാഷയാണ് കോയയുടെ ചെറിയ വസ്തുക്കൾ. കോയയുടെ ചെറിയ വസ്തുക്കൾ. ഒരു കപ്പ് കാപ്പി കുടിച്ച് അല്ലലില്ലാത്ത മനസ്സുമായി അയാളിരുന്നു. ആ ദിവസം ഭാര്യയിൽ നിന്ന് ലഭിച്ച മനസ്സു നിറച്ച വാർത്തയിൽ അയാൾ സന്തുഷ്ടനായിരുന്നു. രാവിലെ മാർക്കറ്റിൽ പോയി ജനക്കൂട്ടത്തിൻ്റെ ഭാഗമായി. അവിടെ എങ്ങും തെരുവു കച്ചവടക്കാർ ഇടം പിടിച്ചിരുന്നു. എല്ലാത്തരം വസ്ത്രങ്ങളും അവർ വിൽപ്പനയ്ക്ക് വച്ചിരുന്നു. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങൾ, അടിവസ്ത്രങ്ങളും മേൽവസ്ത്രങ്ങളും. പുറത്തേക്ക് പോകുന്നതിന് കുറച്ചു മുമ്പ് വരെ അയാൾ സംശയിച്ചു നിൽക്കുകയായിരുന്നു. ഒടുവിൽ അയാൾ ചോദിച്ചു, മുതലാളി, 100 ദിർഹം തരാമോ? മാസാവസാനം തിരിച്ചു നൽകാം. 100 ദിർഹം അയാളുടെ പോക്കറ്റിൽ ഭദ്രമായി. തളർന്ന ഹൃദയത്തിൽ അല്പം സന്തോഷം നിറഞ്ഞു. 100 ദിർഹം നോട്ട് പുറത്തെടുത്ത് വിരലുകൾക്കിടയിൽ മുറുക്കി പിടിച്ചു. കൊടും ചൂടത്ത് ആ നോട്ട് വിയർപ്പിൽ നനഞ്ഞിരുന്നു. കോയ വസ്ത്രകൂമ്പാരങ്ങളിലേക്ക് നോക്കി. അന്ധാളിച്ച കണ്ണുകൾ ഒടുവിൽ ഒരു പച്ചപ്പെട്ടിയിൽ തങ്ങി നിന്നു. അതിൽ കുട്ടിയുടുപ്പും ട്രൗസറും മുന്നാരത്തുണിയുമാണ് ഉണ്ടായിരുന്നത്. അയാൾ അതെടുത്തു. അതിൽ നിന്ന് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സുഗന്ധമുയരുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. വില നൽകി കുട്ടിയുടുപ്പിൻ്റെ കൂട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങി. കുഞ്ഞിൻ്റെ ഉമ്മയ്ക്കും എന്തെങ്കിലും വാങ്ങണമല്ലോ എന്ന് അപ്പോഴാണ് അയാൾ ഓർത്തത്. ആ ചിന്ത അയാളെ അടുത്ത കടയിലേക്ക് നയിച്ചു. അയാളെ തേടി ഒരു നല്ല വാർത്ത വന്നിട്ട് എത്രയോ നാളായിരുന്നു. എന്നാൽ ഇന്നലെ വന്ന കത്തിൽ സുവാർത്തയായിരുന്നു. വിദൂരത്തുള്ള അയാളുടെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ്. ആ കത്ത് അയാൾ വീണ്ടും വീണ്ടും വായിച്ചു. അയാളുടെ നിശ്വാസങ്ങൾക്ക് ചൂടേറി. അയാൾ കത്തിൽ ഉമ്മ വച്ചു. കടലാസ് നിവർത്തി മറുപടി എഴുതാൻ തുടങ്ങി. ഭാര്യയുടെ കത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: 1 മാസത്തേക്ക് എനിക്ക് ജോലിക്കൊന്നും പോകാനാകില്ല. അതിനാൽ വീട്ടു ചെലവിനും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനുമുള്ള പണം മുഴുവനായും അയക്കണം. അത് കുഴപ്പമില്ല, അയാൾ മനസ്സിൽ പറഞ്ഞു. മറുപടി അയാൾ ഇങ്ങനെയാണ് തുടങ്ങിയത്: അവൻ അബ്ദുള്ള കോയ എന്ന് പേരിടുക. അല്ലെങ്കിൽ ഈസ, വേണ്ട, മുഹമ്മദ് കോയ. നീ അവനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഈ സമയത്ത് നിനക്കൊപ്പം ഉണ്ടാകണമെന്നുണ്ട്. പക്ഷേ നിനക്കറിയാമല്ലോ,
എനിക്കാകെ ചെയ്യാൻ കഴിയുക ഇവിടെ ജോലി ചെയ്യുക എന്നത് മാത്രമാണ്. അയാൾ എഴുത്തു നിർത്തി. ഭാര്യയുടെ കത്ത് കിട്ടിയപ്പോൾ മുതലാളിക്കടുത്തേക്ക് ഓടിച്ചെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞതോർത്തു. മുതലാളി, എനിക്കൊരു മകൻ പിറന്നു. മൂത്ത ഒരാൺകുട്ടി ഉണ്ടായിരുന്നു. അവൻ ട്രെയിൻ തട്ടി മരിച്ചു 14 കൊല്ലം മുമ്പ്. ഇതാ ഇപ്പോൾ. മുതലാളി അയാളെ അഭിനന്ദിച്ച് കടന്നുപോയി. കോയ അവിടെ നിന്നു. അയാളുടെ ഹൃദയം സന്തോഷത്താലും പ്രതീക്ഷകളാലും നിറഞ്ഞിരുന്നു. അയാൾ കത്തിൽ കൂട്ടിച്ചേർത്തു. കുഞ്ഞിനെയും നിന്നെയും എത്രയും പെട്ടെന്ന് വന്ന് കാണാൻ ഞാൻ ശ്രമിക്കും. ഞാൻ സാധനങ്ങൾ തപാലിലാണ് അയക്കുന്നത്. കുഞ്ഞിനെ നന്നായി നോക്കുക. ഇനി എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സാവധാനം എഴുത്തു നിർത്തി അയാൾ ഭാര്യയ്ക്ക് വാങ്ങിച്ച സാധനങ്ങൾ പെട്ടിയിലാക്കി ഒരു ബ്രൗൺ കടലാസ് കൊണ്ട് പൊതിഞ്ഞു. രാത്രി 9 മണിയായി. കോയയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടി നിന്നു. അവിടെയുണ്ടായിരുന്ന ട്രങ്ക് പെട്ടിയും നിറം മങ്ങിയ തറവിരിപ്പുമൊഴിച്ച് മറ്റിടമെല്ലാം ശൂന്യമായിരുന്നു. അയാൾ ദീർഘനിശ്വാസങ്ങൾ വിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആരോ മുട്ടിവിളിച്ച് ചോദിച്ചു, ഭക്ഷണം കഴിക്കുന്നില്ലേ? അയാൾ പ്രിയപ്പെട്ട വസ്തുക്കൾ മുറിയിൽ വച്ച് മുരളി, ജോസഫ്, സിംഗ്, ഗുൽ സാദിഖ് എന്നിവരോടൊപ്പമിരുന്നു. കുബ്ബൂസ് റൊട്ടിയും കറികളും മുന്നിലുണ്ടായിരുന്നു. അയാൾ ആശ്ചര്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ മറ്റുള്ളവർ അത് ശ്രദ്ധിച്ചതേയില്ല. 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവൻ വന്നു. ദൈവമേ, ഞാൻ സന്തുഷ്ടനാണ്. മുറിയിൽ തിരിച്ചെത്തിയ അയാൾ കത്തെഴുത്ത് തുടർന്നു. 14 വർഷങ്ങൾ. അവൻ വന്നു. അവന് നിനക്കിഷ്ടമുള്ള പേരിടുക. ദൈവം മുഹമ്മദ് കോയയ്ക്ക് പകരം തന്നതാണ് അവനെ. 14 വർഷങ്ങൾക്ക് മുമ്പ് ഇരുമ്പ് പാളങ്ങൾ വിഴുങ്ങിയ മുഹമ്മദ് കോയയ്ക്ക് പകരം. പിറ്റേന്ന് അയാൾ പാഴ്സലുമായി തെരുവിലേക്കിറങ്ങി. മകനെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും മാത്രമാണ് അയാൾ ഓർത്തത്. അയാളുടെ ഭാര്യ പാഴ്സൽ തുറന്ന കത്ത് വായിച്ചു വിതുമ്പും. ഇളം പൈതലിനോട് പറയും, നിന്റെ ഉപ്പ ഇതാ നിനക്ക് കുഞ്ഞുടുപ്പുകൾ കൊടുത്തയച്ചിരിക്കുന്നു. മാസം പകുതിയേ ആയിട്ടുള്ളൂ. അടുത്തൊന്നും നാട്ടിലേക്ക് പോകുന്ന കാര്യം അയാൾ ആലോചിച്ചിട്ടേയില്ല. അതിനാലാണ് പാഴ്സൽ അയക്കാനുള്ള തീരുമാനത്തിൽ കോയ എത്തിയത്. ആളുകൾ പോസ്റ്റ് ഓഫീസിനകത്തേക്ക് വരികയും പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി 50 ദിർഹം കൂടി വേണം. കോയ ആണിയടിച്ച് തറച്ചതുപോലെ അവിടെ നിന്നു. അയാൾക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നി. നടപ്പാതയിൽ അല്പനേരം കുത്തിയിരിക്കെ പാഴ്സൽ കയ്യിൽ നിന്നും മടിയിലേക്ക് വീണു. പാഴ്സൽ കേരളത്തിലേക്ക് അയക്കാനുള്ള ചാർജ് തികയില്ല. 50 ദിർഹം കൂടി. പക്ഷേ എവിടുന്ന് കിട്ടും? നടപ്പാതയിൽ ജനം പെരുകി. ചൂടും ശബ്ദങ്ങളും ഈച്ചകളും നിറഞ്ഞു. പതുക്കെ അയാളുടെ ആഹ്ലാദം കെട്ടടങ്ങി. സന്തോഷത്തിൻ്റെ അവസാന ബിന്ദു കാറ്റ് പൊടി പറത്തിക്കളയുന്നത് പോലെ ഇല്ലാതായി. ആ നിമിഷത്തിൻ്റെ കയ്പെല്ലാം തുലച്ചു. ഇളം കുഞ്ഞിൻ്റെ മേനിയുടെ സുഗന്ധം അയാളുടെ മൂക്കിലേക്ക് കടന്നു വരാതായി. ബാക്കിയായത് അയാളുടെ ഭാര്യയുടെ കണ്ണീർ, വർഷങ്ങളായി തുടരുന്ന ദുരിതങ്ങൾ, മനസ്സുമടുപ്പിൻ്റെ കയ്പ്, ഏകാന്തതയുടെ മുൾശിഖരങ്ങൾ, റോഡ് പണിക്കാരനായി കഴിഞ്ഞ വർഷങ്ങൾ. ഈ നടപ്പാത, ഈ തെരുവ് എല്ലാം നിർമ്മിച്ചത് കോയയും സഹപ്രവർത്തകരുമാണ്. രാത്രി ഏറെ നേരം അലക്ഷ്യനായി അയാൾ നടന്നു. പെട്ടെന്ന് പ്രതീക്ഷയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും തരി അയാളുടെ ഉള്ളിൽ വീണു. പിറ്റേന്ന് രാവിലെ ക്ഷീണിച്ച കാലുകളുമായി അയാൾ മാർക്കറ്റിലേക്ക് നടന്നു. ജനങ്ങൾ അവിടേക്ക് വന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. തെരുവ് കച്ചവടക്കാരനോട് കോയ ചോദിച്ചു, ഈ സാധനങ്ങൾ നിങ്ങൾ തിരിച്ചെടുക്കുമോ? ഇന്നലെയാണ് ഞാനിത് നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയത്. കച്ചവടക്കാരൻ അയാളെ നോക്കിയതേയില്ല. അയാൾ ജനങ്ങളെ ആകർഷിക്കാൻ വിളിച്ചു പറയാൻ തുടങ്ങി. കോയ ആത്മകഥമെന്നോണം സ്വരം താഴ്ത്തി പറഞ്ഞു, അവൾക്ക് പിന്നീട് അയക്കാം. കുട്ടിക്കുള്ളത് അയക്കാൻ ഉമ്മയ്ക്ക് വാങ്ങിയതിൻ്റെ വില മതിയാകും. അയാൾ മാർക്കറ്റിൽ ചുറ്റി നടന്ന് ഇരിക്കാൻ സ്ഥലം കണ്ടെത്തി. ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിച്ച വസ്തുക്കൾ വിൽക്കാനായി നിരത്തി. പക്ഷെ ആരും അത് വാങ്ങിയില്ല. ഓരോരുത്തരോടായി അയാൾ കേണു. ഇത് നല്ല തുണിയാണ്. ഇന്നലെ 40-ന് വാങ്ങിയതാണ്. 30-ന് തരാം. ഒരാൾ കടന്നുപോയി. എല്ലാവരും കടന്നുപോയി. ആരും അയാളുടെ അടുത്തേക്ക് വന്നില്ല. ഇത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സമ്മാനമായി വാങ്ങിയതാണ്. അയാൾ ഏകനായി തൻ്റെ കയ്യിലുള്ള വസ്തുക്കൾ ശൂന്യതയിൽ പ്രദർശിപ്പിക്കുന്ന ഒരാളായി മാറി. ദേഷ്യം കൊണ്ട് വിറച്ചു. ദുഃഖവും കയ്പും നിറഞ്ഞു. സന്തോഷം മറന്നു. ഭാര്യയെയും മകനെയും മറന്നു. ലക്ഷ്യമില്ലാതെ അലയാൻ തുടങ്ങി. അത് വാങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല. കോയ വൻ നഗരത്തിൻ്റെ തെരുവുകളിലൂടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് നടത്തം തുടരുകയാണ്. അബ്ദുൾ ഹാമിദ് അഹമ്മദിൻ്റെ രചന, പരിഭാഷപ്പെടുത്തിയത് വി. മുസഫർ അഹമ്മദ്. കൃതി കുടിയേറ്റക്കാരൻ്റെ വീട്. പഠന പ്രവർത്തനങ്ങൾ നോക്കാം. കഥയിൽ കണ്ടത്:
ആ ദിവസം ഭാര്യയിൽ നിന്ന് ലഭിച്ച മനസ്സു നിറച്ച വാർത്തയിൽ അയാൾ സന്തുഷ്ടനായിരുന്നു. വാർത്ത എന്തായിരുന്നു? കോയയുടെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്നതായിരുന്നു മനസ്സു നിറച്ച വാർത്ത. അയാളുടെ ഹൃദയം സന്തോഷത്താലും പ്രതീക്ഷകളാലും നിറഞ്ഞിരുന്നു. കാരണമെന്ത്? തനിക്കൊരു മകൻ പിറന്ന കാര്യം മുതലാളിയെ അറിയിച്ചപ്പോൾ മുതലാളി കോയയെ അഭിനന്ദിച്ചു. അപ്പോഴാണ് അയാളുടെ ഹൃദയം സന്തോഷത്താലും പ്രതീക്ഷകളാലും നിറഞ്ഞത്. കോയയുടെ കണ്ണു നിറഞ്ഞു തുളുമ്പിയതെപ്പോൾ? കുഞ്ഞിനെയും ഭാര്യയെയും എത്രയും പെട്ടെന്ന് വന്ന് കാണാൻ ശ്രമിക്കുമെന്നും സാധനങ്ങൾ തപാലിലാണ് അയക്കുന്നതെന്നും കുഞ്ഞിനെ നന്നായി നോക്കുക എന്നും എഴുതിയപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പതുക്കെ അയാളുടെ ആഹ്ലാദം കെട്ടടങ്ങി. എന്തുകൊണ്ട്? കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ട സാധനങ്ങൾ അയക്കാൻ 50 ദിർഹം കൂടി വേണമെന്നറിഞ്ഞപ്പോൾ അയാളുടെ ആഹ്ലാദം കെട്ടടങ്ങി. ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിയ വസ്തുക്കൾ വിൽക്കുന്നതിലേക്ക് കോയയെ നയിച്ച സാഹചര്യം എന്തായിരുന്നു? കടം വാങ്ങിയ 100 ദിർഹം കൊണ്ട് കുഞ്ഞിനും അമ്മയ്ക്കും തുണി വാങ്ങിക്കഴിഞ്ഞപ്പോൾ കോയയുടെ കയ്യിൽ അത് വീട്ടിലേക്ക് അയക്കാനുള്ള 50 ദിർഹം ഇല്ലാതിരുന്നു. അപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിയവ വിൽക്കാൻ അയാൾ തീരുമാനിച്ചു. അടുത്ത പ്രവർത്തനം നോക്കാം. വാക്കുകൾക്കും അപ്പുറം. കോയയുടെ മുറിയിലെ അനക്കമില്ലാത്ത അവസ്ഥ കഥാകൃത്ത് ആവിഷ്കരിക്കുന്നത് നോക്കൂ. കോയയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടി നിന്നു. ഇങ്ങനെ പറയുന്നതിലെ സവിശേഷത എന്ത്? ചർച്ച ചെയ്യൂ. ഇതുപോലുള്ള പ്രയോഗങ്ങൾ കഥയിൽ ഇനിയുമുണ്ട്. അവ കണ്ടെത്തി എഴുതുക. അവയുടെ പ്രത്യേകതകൾ ചർച്ച ചെയ്യുക. വളരെ നാളുകൾക്ക് ശേഷമാണ് കോയയെ തേടി ഒരു നല്ല വാർത്ത എത്തിയത്. അയാൾക്കൊരു മകൻ പിറന്നിരിക്കുന്നു. ഭാര്യയ്ക്ക് കത്തെഴുതിയും സമ്മാനങ്ങൾ പൊതിഞ്ഞും സമയം പോയത് അയാൾ അറിഞ്ഞില്ല. എങ്കിലും കോയയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ ഒരാളും അവിടെ എത്തിയില്ല എന്നീ പ്രയോഗത്തിലൂടെ മനസ്സിലാക്കാം. കൂടുതൽ പ്രയോഗങ്ങൾ നോക്കാം. അന്ധാളിച്ച കണ്ണുകൾ ഒരു പച്ചപ്പെട്ടിയിൽ തങ്ങി നിന്നു. തുണിക്കടയിലെത്തിയ കോയ അവിടുത്തെ വൈവിധ്യങ്ങൾ കണ്ട് അന്ധാളിക്കുന്നു. അയാളുടെ ശ്രദ്ധ ഒടുവിൽ ഒരു പച്ചപ്പെട്ടിയിൽ ഉറച്ചു. തനിക്ക് വേണ്ടത് കണ്ടെത്തി എന്ന് അന്ധാളിച്ച കണ്ണുകൾ ഒടുവിൽ ഒരു പച്ചപ്പെട്ടിയിൽ തങ്ങി നിന്നു എന്ന പ്രയോഗത്തിലൂടെ കഥാകൃത്ത് ആവിഷ്കരിക്കുന്നു. സന്തോഷത്തിൻ്റെ അവസാന ബിന്ദു കാറ്റ് പൊടി പറത്തിക്കളയുന്നത് പോലെ ഇല്ലാതായി. കോയ തനിക്ക് മകൻ പിറന്നെന്ന വാർത്തയിൽ അങ്ങേയറ്റം സന്തോഷത്തിലായിരുന്നു. എന്നാൽ ഭാര്യയ്ക്കും മകനും വാങ്ങിയ സമ്മാനം അയക്കാനുള്ള കാശ് തൻ്റെ കയ്യിലില്ല എന്ന് കോയയ്ക്ക് മനസ്സിലായപ്പോഴുള്ള അവസ്ഥയാണ് എഴുത്തുകാരൻ ഈ പ്രയോഗത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അടുത്ത പ്രവർത്തനം നോക്കാം. കഥയരങ്ങ്. കഥയിലെ അവസാന വാക്യം നോക്കൂ. കോയ വൻനഗരത്തിൻ്റെ തെരുവുകളിലൂടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് നടത്തം തുടരുകയാണ്. കഥ ഇവിടെ അവസാനിക്കുന്നുണ്ടോ? വൻനഗരം, തെരുവ്, കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കൽ തുടങ്ങിയ സൂചനകൾ ശ്രദ്ധിക്കൂ. ഇത് കോയയുടെ മാത്രം കഥയാണോ? നിങ്ങളുടെ ചിന്തകളെല്ലാം ചേർത്ത് ഒരു കഥ എഴുതി നോക്കൂ. കഥകൾ ക്ലാസ്സിലെ കഥയരങ്ങിൽ അവതരിപ്പിക്കുമല്ലോ. അമ്മക്കൂട്ട്. അമ്മ കൂടെയില്ലാത്തപ്പോൾ അവൾക്ക് വിഷമമാണ്. ഇനി എപ്പോഴാണ് അമ്മ വരിക? ജോലിക്ക് പോയ അമ്മയെ അവൾ കാത്തിരിക്കും. വല്ലപ്പോഴുമേ അമ്മ വരൂ. അമ്മയ്ക്ക് നഗരത്തിലാണ് ജോലി. ഒരിക്കൽ അവളും അവിടേക്ക് പോയതാണ്. ഹോ, എന്തൊരു തിരക്കായിരുന്നു! മനുഷ്യരും വണ്ടികളും സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. രാത്രിയിൽ എന്തൊരു പ്രകാശമാണ്! അവിടെ ആരും ഉറങ്ങാറില്ലെന്ന് അവൾക്ക് തോന്നി. കുറച്ച് ദിവസമായപ്പോൾ ഫ്ലാറ്റിലെ ജീവിതം അവൾക്ക് മടുത്തു. അമ്മ ജോലിക്ക് പോയി തിരിച്ചു വരുന്നത് വരെ മുറിക്കുള്ളിൽ തന്നെ കഴിയണം. തിരിച്ചു പോകണം. പക്ഷെ അമ്മയ്ക്ക് വരാൻ കഴിയില്ലല്ലോ. ജോലിക്ക് പോകണ്ടേ? കാശില്ലാതെ ജീവിക്കാൻ കഴിയുമോ? മുത്തശ്ശിയോടൊപ്പം അവൾ നാട്ടിലേക്ക് തിരിച്ചുപോയി. അടുത്ത പ്രവർത്തനം നോക്കാം. വാക്കുകൾ കൂടിച്ചേരുമ്പോൾ. അല്ലൽ ഇല്ലാത്ത മനസ്സും ആയി അയാൾ ഇരുന്നു. അല്ലലില്ലാത്ത മനസ്സുമായി അയാളിരുന്നു. ഈ 2 വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇങ്ങനെ ഒന്നിലേറെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയുകയും എഴുതുകയും പതിവാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം? ഇതുപോലെ ധാരാളം വാക്യങ്ങൾ പാഠത്തിലുണ്ട്. അവ കണ്ടെത്തി ഏതെല്ലാം വാക്കുകൾ ചേർന്നാണ് അവ രൂപപ്പെട്ടതെന്ന് എഴുതൂ. വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ കേൾക്കാൻ ഭംഗി കൂടുന്നു. വാക്യത്തിൻ്റെ നീളം കുറയുന്നു. വായിക്കാനോ എഴുതാനോ എളുപ്പമുണ്ട്. ആശയം, അർത്ഥം ഇവ വ്യക്തമാകുന്നു. കൂടുതൽ ഉദാഹരണങ്ങൾ.
അടുത്ത പ്രവർത്തനം കഥ നാടകമാക്കാം എന്നതാണ്. ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി ഈ കഥ നാടകമാക്കി ക്ലാസ് PTA യിലോ വിദ്യാരംഗം സാഹിത്യവേദിയിലോ അവതരിപ്പിക്കൂ.